ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എങ്ങനെയുണ്ട് അന്തരീക്ഷവും കാലാവസ്ഥയൊക്കെ? ഇവിടെ ഇന്ന് രാവിലെ എന്തായാലും ഒരു നല്ല കാലാവസ്ഥയാണേ. അത്യാവശ്യം വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അറിയാട്ടോ എന്താകുമെന്ന്. അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മഴ പിടിച്ചപ്പം നമ്മുടെ തുളസിയൊക്കെ അങ്ങോട്ട് അടിപൊളിയായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെയിലാണേ, ഇപ്പം വെയിലാണ്. അന്തരീക്ഷമൊക്കെ നല്ല അന്തരീക്ഷമാണ്. ഹായ്, നല്ല കാലാവസ്ഥ. അപ്പം നമുക്ക് രാവിലത്തെ അടുക്കള പണിയിലോട്ടൊക്കെ പോകാം കേട്ടോ. രാവിലെ ഞാൻ ചോറിനുള്ള അരി അടുപ്പത്തിട്ടു കേട്ടോ. ചപ്പാത്തി നെഹി ചോർ. ഈശ്വര, ഞാൻ അരിയിടാൻ പോയപ്പം വെയിൽ തെളിഞ്ഞിരുന്ന അന്തരീക്ഷമാണ്. ഇപ്പം താണ്ട കാറ്റും മഴയും. എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ. മഴ എന്ന് പറഞ്ഞാൽ പോരാ, പെരും മഴ. മഴ തകർത്ത് പെയ്യുവാണ്. തുള്ളിക്കൊരു കുടന്ന് പറഞ്ഞ പോലെ കേട്ടോ മഴയുടെ പെയ്ത്ത്. എന്തൊക്കെയായിരുന്നു രാവിലെ. ആ വെയിൽ തെളിഞ്ഞ് നിന്ന സ്ഥലമാണെന്ന് പറയേയില്ല. അമ്മാതിരി മഴ കേട്ടോ പെയ്യുന്നത്. ഏതായാലും മഴയല്ലേ, പെയ്യട്ടെ. അപ്പം നമുക്ക് കറിക്കുള്ള പരിപാടി നോക്കാം. എൻ്റെ ഫ്രീസറൊക്കെ കുളുമണാലി പോലെ ആയിട്ടോ. ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിയ ഇത്തിരി പോർക്കിറച്ചിയുടെ ബാക്കി എടുത്ത് വെച്ചാണ്. താഴത്തെ വീട്ടിൽ ചേച്ചി പാൽ കൊണ്ട് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ പാൽ വാങ്ങലില്ല. പിന്നെ എന്നോ മീമർത്ത എണ്ണ. ഇത് മറ്റേ നമ്മുടെ ഗ്രീൻ ടീ ആണ്. എൻ്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെയുള്ള അടുക്കുലത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ 2 കുപ്പി വെള്ളം, ബ്രെഡ്. ഇത് മറ്റേ കറുവപ്പട്ട, ഗ്രാമ്പ്, പെരിഞ്ചീരകം എന്നുള്ള മസാലകളൊക്കെയാണ്. ഇത് കാന്താരി ഉപ്പിലിട്ടതാണ്. ഒന്നിൽ കറിവേപ്പില. ഇത് താഴത്തെ വീട്ടിൽ ചേച്ചി ചക്കച്ചുള റെഡിയാക്കി കൊണ്ടുവച്ചേക്കുന്നതാണ്. പിന്നെ എൻ്റെ പച്ചക്കറികൾ. ഇത് മേടിച്ചിട്ട് 5-6 ദിവസം ആയതാണ് കേട്ടോ. ഇപ്പോഴും നല്ല ഫ്രഷായിട്ടാണ് ഇരിക്കുന്നത്. ഈ പച്ചക്കറി ഇങ്ങനെ ഫ്രഷായിട്ടിരിക്കാനേ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കൂടിനകത്ത് തന്നെ കെട്ടി അങ്ങ് വെച്ചേക്കുവേ. അപ്പം നമ്മൾ മേടിച്ചുകൊണ്ട് വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കും. ഇതിപ്പം ഞാൻ സെപ്പറേറ്റ് കൂടുകളിലൊന്നും ആക്കിയില്ല. ആ ഒരു കൂട്ടിൽ തന്നെ എല്ലാം വെച്ചിട്ട് കൂടങ്ങോട്ട് കെട്ടി ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചിട്ടോ. ക്യാരറ്റും പയറും ഒക്കെയാണ് മേടിച്ചത്. എല്ലാം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ചീഞ്ഞ് പോയിട്ടോ ഒന്നുമില്ല. ക്യാരറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്ന പോലെ തന്നെ കേട്ടോ ഇരിക്കുന്നത്. അത് നല്ല പുറത്ത് നമ്മളല്ലാതെ കവറിൽ നിന്ന് മാറ്റിയിട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും ഇതൊക്കെ ഒന്നുകിൽ വാടിയതുപോലെ ഇരിക്കും, അല്ലെങ്കിൽ ചീഞ്ഞു പോകും. ഇപ്പോൾ കണ്ടോ, നല്ല ഫ്രഷായിട്ടിരിക്കുന്നു. ഒരുപാട് കൂട്ടിനകത്തോടെ പെറുക്കി ആക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ ആ വാങ്ങിക്കൊണ്ട് വന്ന കൂട്ടിൽ തന്നെ കെട്ടി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടാ. നിങ്ങളും ഇതുപോലെ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ ഒന്ന് കവറിലാക്കി ഒന്ന് കെട്ടി വെച്ച് നോക്കണേ. അപ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇന്ന് ക്യാരറ്റും ബീൻസൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചു. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോൾ മഴയൊക്കെ കുറഞ്ഞു, വെയിൽ തെളിഞ്ഞു കേട്ടോ. അയൽ വീട്ടിലെ കോഴികളാണേ. അവർ വെയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയതാണ്. ഏതായാലും വെയിൽ വന്നതല്ലേ, ഒരു വൈകുന്നേര സർക്യൂട്ടിന് പോയേക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയായി
ഇറങ്ങി. നമുക്ക് ഹെൽമറ്റൊക്കെ എടുത്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ സർക്കിട്ട് പോകാമെന്നും പറഞ്ഞ് ഹെൽമറ്റൊക്കെ തലയിലിരിക്കട്ടെ. ഒരാവശ്യമില്ല, വീട്ടിലിരുന്ന് മടുത്തിട്ട് ഇറങ്ങി പോണതാണ് കേട്ടോ. അപ്പം എന്താ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണേ. ടൗണിൽ വന്നാൽ നമ്മൾ ഈ കടയിൽ കയറി ഒരു ചായ കുടിക്കാതെ പോവില്ല കേട്ടോ, നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറിയേ. എനിക്ക് ചായ കുടിക്കത്തില്ല, അതുകൊണ്ട് ചായ കുടിക്കില്ല. ചെറുകടിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മസാല ദോശ പറഞ്ഞിട്ടുണ്ടേ. എന്താ നമുക്ക് മസാല ദോശ എത്തിയിട്ടുണ്ട്. ആണെങ്കിൽ പ്ലേറ്റിനേക്കാളും പുറത്തോട്ട് നിൽക്കും, നമുക്ക് മടക്കി കൂട്ടി വയ്ക്കാം, അല്ലെങ്കിൽ മേശയിൽ തട്ടും. ഈ മസാല ദോശ നമ്മുടെ ഈ തേങ്ങാ ചമ്മന്തി വെളുത്ത ചമ്മന്തി അതിൽ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. കുഴപ്പമില്ല, നല്ല മസാല ദോശയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ചുമന്ന മിഠായി ഉണ്ടല്ലോ, എൻ്റെ ഫേവറേറ്റാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു ഭാഗ്യക്കുറി എടുത്തു കേട്ടോ. നമുക്ക് മാർക്കറ്റിലൊന്ന് പോകണം. പച്ചക്കറി ഒന്നുമില്ല, പച്ചക്കറി എന്തെങ്കിലുമൊക്കെ മേടിക്കാം. ക്യാരറ്റും ബീൻസും മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കാം. നല്ല ഫ്രഷ് പച്ചക്കറികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, എല്ലാം നല്ല ഫ്രഷായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊന്നും ഇല്ലായിരുന്നു, അപ്പം ഞാനതൊക്കെ വാങ്ങി. പിന്നെ ഇത്തിരി തക്കാളി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി കേട്ടോ. ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ പൈസയൊക്കെ കൊടുത്തു. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം അടുത്ത മഴയ്ക്ക് മുന്നേ. കാരണം ഈ നേരം വരെ മഴ പെയ്തില്ല കേട്ടോ, നമ്മൾ കറങ്ങാൻ ഇറങ്ങിയ പിന്നെ. അപ്പം ഇനിയിപ്പം മഴ നനയണ്ട, അതിന് മുന്നേ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഈ ഒരു ഭാഗത്ത് ചുറ്റിനും മരങ്ങളായതുകൊണ്ട് എപ്പോഴും തണുപ്പാണ് കേട്ടോ. മഴയും കൂടെ പറഞ്ഞാൽ പറയേ വേണ്ട, ഭയങ്കര തണുപ്പാണ്. അങ്ങനെ നമ്മൾ മഴയ്ക്ക് മുന്നേ വീട്ടിലെത്തിയിട്ട് വന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. രാത്രിയായി കഴിഞ്ഞ് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ കുത്തിയിരുന്ന് പുസ്തകം കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്ത് വരുത്തിയാണേ, വായിക്കുവേ. റാം കെയർ ഓഫ് ആനന്ദി, അതാണ് കേട്ടോ വായിക്കുന്നത്. ഒറ്റയടിക്ക് വായിച്ചൊന്നും തീർക്കില്ല, പതിയെ വായിച്ച് തീർക്കും. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് ചോറുണ്ണണം, കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.